എല്ലാ ദൈവമക്കൾക്കും സൂമിൽ കൂടെയും യൂട്യൂബിലൂടെയും കൂടാതെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ ലിങ്കുകളിലൂടെയും ഈ ബൈബിൾ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹത്തോടെ സ്വാഗതം അറിയിക്കുന്നു. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായിരിക്കുന്നു എന്ന് എബ്രായർ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് ഹൃദയത്തിന്റെ ചിന്തകളെ പരിശോധിക്കുകയും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ പരതുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നത് പരിശോധിക്കും. പലപ്പോഴും നമ്മെ ദൈവാത്മാവ് ആ കാര്യങ്ങൾ കാണിച്ചു തരും. അതിന്റെ ഫലമായി ദൈവവചനത്തിന്റെ പഠനം മൂലം, വായന മൂലം നമ്മെ രൂപാന്തരപ്പെടുത്തി നമ്മുടെ ജീവിതങ്ങളെ ക്രിസ്തുവിന്റെ ജീവിതത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇന്ന് രാത്രിയിലത്തെ ബൈബിൾ ക്ലാസ്സും അതുപോലെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഈ വചനത്തിന്റെ പഠനം നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും കാഴ്ചപ്പാടുകളെ മാറ്റുകയും കൂടാതെ നമ്മെ യേശുക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ ആ നിത്യരാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കുകയും ചെയ്യുന്നതാണ് എന്ന് ഞാൻ ആദ്യമായിട്ട് പ്രസ്താവിക്കട്ടെ. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന ഭാഗം മർക്കോസിന്റെ സുവിശേഷം, അതിൻ്റെ നാം 23-ാമത്തെ ക്ലാസ്സിലേക്കാണ് വന്നിരിക്കുന്നത്. 14-ാം അധ്യായം 32 മുതൽ 72 വരെയുള്ള വചനങ്ങളാണ് നാം ഇന്ന് പരിഗണിച്ച് ചിന്തിക്കാൻ പോകുന്നത്. അതൊരു നീണ്ട ഭാഗമാണ്. എന്നാൽ തന്നെയും ഇന്ന് വായിക്കുന്ന കാര്യങ്ങളൊക്കെയും കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ മണിക്കൂറുകളിലുള്ള സംഭവങ്ങളാണ്. ഉപദേശങ്ങളോ പഠിപ്പിക്കലുകളോ പ്രത്യേകമായിട്ട് അവിടെ നമുക്ക് ഒന്നും കാണുന്നില്ല. എങ്കിലും ഈ സംഭവങ്ങൾ പഠിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മനോഭാവവും ക്രിസ്തുവിൻ്റെ സംസാര രീതിയും അതുപോലെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നിന്നുള്ള പല പാഠങ്ങളും നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ വേദ പഠന ഭാഗത്തെ 4ആയിട്ട് തിരിച്ച് നമുക്ക് ചിന്തിക്കാം. ആദ്യ ഭാഗം ഗെത്ശമനയിലുള്ള കർത്താവായ യേശുവിൻ്റെ പ്രാർത്ഥനയും ശിഷ്യന്മാരുടെ ബലഹീനതയും 1-ാം ഭാഗമാണ്. 2-ാം ഭാഗം 43-ാം വാക്യം മുതൽ യൂദ ഇസ്കരിയോത്താവ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന ഭാഗമാണ്. 3-ാം ഭാഗം യേശു മഹാപുരോഹിതന്മാരുടെയും മറ്റും ആ കൗൺസിലിന്റെ മുൻപിൽ അഥവാ അവരുടെ ആ സന്നിധിയും സംഘത്തിന് മുമ്പിൽ നിൽക്കുന്ന ഭാഗമാണ്. ഒടുവിലായിട്ട് ഒരു ചെറിയ ഭാഗമുണ്ട്, പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുന്ന ഭാഗമാണ്. അതോടെ ഈ ഭാഗം, ഇന്നത്തെ ഈ അധ്യായം അവസാനിക്കുകയാണ്. നമുക്ക് 1-ാം ഭാഗത്തിലേക്ക് വരാം. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 32 മുതൽ 42 വരെയുള്ള ഗെത്സമനയിലെ ആ സീൻ, ആ ഒരു ദൃശ്യമാണ് ഇവിടെ കാണുന്നത്. ആ ഭാഗം 32 മുതൽ 42 വരെ നമുക്ക് വായിച്ചു കേൾക്കാം. അവർ ഗെത്സമന എന്ന പേരുള്ള തോട്ടത്തിൽ വന്നാറെ അവൻ ശിഷ്യന്മാരോട്, ഞാൻ പ്രാർത്ഥിച്ചു തീരുവോളം ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. പിന്നെ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ പാർത്ത് ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അല്പം മുൻപോട്ട് ചെന്ന് നിലത്ത് വീണ്, കഴിയുമെങ്കിൽ ആ നാഴിക നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിച്ചു. അബ്ബാ പിതാവേ, നിനക്കെല്ലാം കഴിയും, ഈ പാനപാത്രം എങ്കിൽ നിന്നു നീക്കണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല നീ ഇച്ഛിക്കുന്നതത്രേ ആകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, ശിമോനെ, നീ ഉറങ്ങുന്നുവോ? ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. അവൻ പിന്നെയും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. മടങ്ങി വന്നാറെ അവരുടെ കണ്ണുകൾക്ക് ഭാരമേറിയിരിക്കുന്നത് കൊണ്ട് അവർ ഉറങ്ങുന്നത് കണ്ടു. അവർ അവനോട് എന്ത് ഉത്തരം പറയണമെന്ന് അറിഞ്ഞില്ല. അവൻ 3-ാമത് വന്നവരോട്, ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവീൻ, മതി, നാഴിക വന്നു, ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽപ്പീൻ, നാം പോകാം, ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു ഈ ഭാഗത്ത് തന്റെ അവസാനത്തെ മണിക്കൂറുകൾ ചെലവഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കിഴക്കൻ യെരൂശലേമിലുള്ള ഒരു സ്ഥലമാണ്. യെരൂശലേമിന്റെ കിഴക്ക് വശത്തായി ഒലിവ് മലയുടെ താഴ്വാരത്തിൽ കിദ്രോൻ താഴ്വരയിൽ ഉള്ള ഒരു ചെറിയ ഒരു സ്ഥലമാണ് ഈ ഗെത്ശമന എന്ന് പറയുന്ന തോട്ടം. ഗെത്ശമന എന്നുള്ള വാക്കിന്റെ അർത്ഥം ഓയിൽ പ്രസ്, എണ്ണയാട്ടുന്ന ഒരു ചക്ക് എന്ന് അതിനെ വിളിക്കാം. അതാണ് ആ വാക്കിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ഈ ഗെത്ശമനയിലൊക്കെ ധാരാളം ഒലിവ് മരങ്ങൾ ഉണ്ടായിരുന്നു.
അതിന്റെ കുറച്ചുകൂടെ ഉയർന്നു പോയാൽ ഒലിവ് മലയാണ്. അവിടെയെല്ലാം ഒലിവ് വൃക്ഷങ്ങളുള്ള സ്ഥലമാണ്. ഒലിവ് കായ്കളൊക്കെ ആട്ടി എണ്ണയെടുക്കുന്ന ഒരു പ്രസ്, ഒരു ചക്ക് ഈ ഗെത്സമനയിലും ഉണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ നാം നോക്കിയാൽ യേശുവിന്റെ അവസാനത്തെ മണിക്കൂറുകളിലെ പ്രാർത്ഥനയാണ് കാണുന്നത്. ഈ പ്രാർത്ഥന നമുക്കും മാതൃകയായി സ്വീകരിക്കാം. പ്രത്യേകമായി ഒരു പ്രത്യേക സാഹചര്യത്തിൽ യേശു തനിയെ മുമ്പോട്ട് പോയി പ്രാർത്ഥിക്കുന്നു. അവിടെ വളരെ ആഴമായ വേദനയും ദുഃഖവും കഷ്ടപ്പാടുകളും, പ്രത്യേകിച്ചും മാനസികമായതും അന്തരാത്മാവിലുള്ള വേദനയും ഒക്കെ യേശുവിനെ അലട്ടുന്നുണ്ട്. നാം അവിടെ കാണുന്നു, യേശു തൻ്റെ ഇന്നർ സർക്കിളിലുള്ള ഏറ്റവും അടുത്ത് തന്നെ ഇടപെടുന്ന 3 ശിഷ്യന്മാരെ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഇവരെ കൂട്ടിക്കൊണ്ട് ചെന്നാണ് കുറച്ച് മുമ്പോട്ട് മാറി, മറ്റു ശിഷ്യന്മാരിൽ നിന്ന് മുമ്പോട്ട് മാറി ഈ 3 പേരുടെ ഒരു കമ്പാനിയൻഷിപ്പ്, ഒരു സൗഹൃദം, സ്നേഹബന്ധം താൻ ആഗ്രഹിച്ചു. ഈ പ്രത്യേക സാഹചര്യത്തിൽ നാമും പ്രത്യേക സാഹചര്യങ്ങളിൽ വല്ലാതെ ഭാരപ്പെടുമ്പോൾ ചില സഹോദരങ്ങളോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു നല്ല മാതൃകയായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ യേശുവിൻ്റെ പ്രാർത്ഥനാനിരതമായ ജീവിതം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഈ ക്രൂശീകരണത്തിൻ്റെ സമയത്ത് വന്നപ്പോൾ പിതാവിനോട് നിലവിളിച്ചു പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, യേശുവിൻ്റെ മനുഷ്യത്വവും അവിടെ നമുക്ക് വെളിവാകുന്നു. ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കുള്ള ബലഹീനതകളും ഒക്കെ യേശുവിൻ്റെ ജീവിതത്തിൽ ഇവിടെ കാണുവാൻ സാധിക്കും. എങ്കിലും താൻ ഒരിക്കലും ദൈവം അല്ലാതെ ഇരുന്നിട്ടില്ല, താൻ ദൈവം തന്നെ ആയിരുന്നു. വളരെ പ്രാർത്ഥനയോടെ, വളരെ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഭാഗം നാം വായിച്ചു കേട്ടല്ലോ. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ പാർത്ത് ഉണർന്നിരിക്കുവിൻ എന്ന് അവരോട് പറഞ്ഞു. 33-ാം വാക്യത്തിൽ അവരെ 3 പേരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും ഒക്കെ തുടങ്ങി. ഹി വാസ് ട്രബിൾഡ് ഇൻ ഹിസ് ഹാർട്ട്. പിന്നെ അല്പം മുമ്പോട്ട് ചെന്ന് നിലത്ത് വീണു, കഴിയുമെങ്കിൽ ആ നാഴിക നീങ്ങിപ്പോകണം എന്ന് പ്രാർത്ഥിച്ചു. കുറച്ചു കഴിഞ്ഞ് ഈ പാനപാത്രം നീങ്ങിപ്പോകണം എന്ന് പറയുന്നു. അപ്പോൾ ഈ 2 കാര്യവും, ഒന്ന് ആ നാഴിക, ദിസ് അവർ; 2 ഈ പാനപാത്രം, ദിസ് കപ്പ്, ഇത് പിതാവെ കഴിയുമെങ്കിൽ മാറ്റണമേ. തന്റെ മുമ്പിൽ ഒരു നാഴിക, ഒരു സമയം ഇരിക്കുന്നു, വളരെ അടുത്താണ് ആ സമയം. അത് മാറിപ്പോകണമേ, കഴിയുമെങ്കിൽ മാറിപ്പോകണമേ. വളരെ വളരെ ഭാരത്തോടെ താൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയെക്കുറിച്ചാണ് നമുക്ക് എബ്രായർ 5-ാം അധ്യായം 7-ഉം 8-ഉം വചനങ്ങളിൽ ആ പ്രാർത്ഥനയുടെ വ്യക്തതയോടെ ഉള്ള ഒരു വിവരണം ഇവിടെ കാണാൻ സാധിക്കും. എബ്രായർ 5, 7, 8 വായിക്കാമോ? ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. യേശുവിൻ്റെ ആ പ്രാർത്ഥനയുടെ ഇന്റൻസിറ്റി, അതിൻ്റെ തീവ്രത ഇവിടെ കാണാൻ സാധിക്കും. തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട്, പിതാവിനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിച്ചു. തനിക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്തു. ശാരീരികമായ മരണത്തിൽ നിന്നുമുള്ള വിടുതലായിരുന്നില്ല യേശു പ്രാർത്ഥിച്ചത്. കാരണം അങ്ങനെയുള്ള കാര്യത്തിന് ഉത്തരം കിട്ടിയില്ല. ശാരീരികമായി യേശു മരിക്കുക തന്നെ ചെയ്തു. എന്നാൽ ആത്മീയമായ മരണത്തിൽ നിന്ന് ഉള്ള ഒരു വിടുതലാണ് യേശുവിന് ലഭിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് നോക്കുമ്പോൾ, ഈ നാഴികയിൽ നിന്നും എന്നെ വിടുവിക്കണമേ, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എന്താണ് ഈ പാനപാത്രം? തൻ്റെ മുൻപിലുള്ള ഒരു സാഹചര്യത്തെ യേശുവിന് അറിയാം. പിതാവ് 3 മണിക്കൂറോളം പുത്രനെ കൈവിടും, സകല ലോകത്തിൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ തൻ്റെ മേൽ ചുമത്തും, തന്നെ പാപമായി പിതാവായ ദൈവം കാണുകയും അതുകൊണ്ട് കണ്ണ് മാറ്റിക്കളയുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ, പിതാവിനോടുള്ള പുത്രന്റെ കൂട്ടായ്മയും സ്നേഹബന്ധവും 3 മണിക്കൂർ നേരത്തേക്ക് തനിക്ക് ഇല്ലാതെയാകും. ആ ഒരു പിതാവിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആ ഒരു സാഹചര്യം, പിതാവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു വരൾച്ചയുടെ സമയം, ആ സമയത്തെയാണ് താൻ ഈ പാനപാത്രം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ദ ടൈം ഓഫ് ഏലിയനേഷൻ ഫ്രം ദ ഫാദർ. പിതാവിൽ നിന്നും വേർപെട്ട് മാറിപ്പോയിരിക്കുന്ന ഒരു സമയം. പ്രിയപ്പെട്ടവരെ, നമുക്കാർക്കും അങ്ങനെ ഒരു സമയം ഉണ്ടാകരുത്. നമ്മുടെ എല്ലാ സമയങ്ങളും, എല്ലാ നാഴികകളും പിതാവിനോടുള്ള നല്ല ബന്ധത്തിൽ ദൈവമക്കളെന്നുള്ള നിലയ്ക്ക് സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ കർത്തവ്യമുണ്ട്.
ഇവിടെ യേശു പ്രാർത്ഥിക്കുന്നു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കിത്തരണമേ. 35, 36 വാക്യങ്ങളിൽ നാം വായിച്ചത് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അബ്ബാ പിതാവേ എന്ന് യേശു പിതാവിനെ വിളിക്കുന്നു. അപ്പ, എൻ്റെ പിതാവേ, എൻ്റെ അപ്പ, എൻ്റെ ഡാഡി എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് യേശു വിളിക്കുന്നത്. റോമർ 8-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇതേ പ്രയോഗം നാമും പിതാവിനെ ആ രീതിയിൽ സംബോധന ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. വായിക്കാം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് നാം പ്രാപിച്ചിരിക്കുന്നത്. അബ്ബാ പിതാവേ എന്ന് യേശു അന്ന് പിതാവിനെ വിളിച്ചു. യേശു ക്രൂശിക്കപ്പെടുകയും 3-ാം നാൾ ഉയർത്തി നിൽക്കുകയും ചെയ്യുന്നത് വരെ നമുക്ക് പിതാവിനെ, ദൈവത്തെ അബ്ബ എന്ന് വിളിക്കുവാൻ കഴിയുമായിരുന്നില്ല. നമ്മെ ദാസന്മാരും സ്നേഹിതരും ഒക്കെ ആയിട്ടാണ് യേശു അന്ന് പറഞ്ഞത്. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റു. സഭ സ്ഥാപിതമായതിനു ശേഷം, രക്ഷണ്യ പ്രവൃത്തി റിഡംഷൻ പൂർത്തിയായ ശേഷം നമുക്ക് പിതാവിനെ, സ്വർഗത്തിലുള്ള ദൈവത്തെ അബ്ബ പിതാവേ എന്ന് വിളിക്കുവാനുള്ള അധികാരം ലഭിച്ചിരിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന നാം ഓരോരുത്തർക്കും, ദൈവമക്കളായ നമുക്ക് പിതാവിനെ അബ്ബ പിതാവേ എന്ന് ധൈര്യത്തോടെ വിളിക്കുവാനുള്ള ഒരു അധികാരം ദൈവം നൽകിയിട്ടുണ്ട്. ഈ പിതാവ് സർവശക്തനായ ദൈവമാണ്. സകലവും ചെയ്യുവാൻ അവിടത്തേക്ക് കഴിവും. ഇവിടെ 36-ാം വാക്യത്തിൽ കാണുന്നത്, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല, നീ ഇച്ഛിക്കുന്നതത്രേ ആകട്ടെ എന്ന് പറഞ്ഞു. യേശു ഒരപേക്ഷ കഴിച്ചു. എങ്കിലും ആ അപേക്ഷയോട് ചേർത്ത് പറഞ്ഞു, പിതാവേ, ഞാൻ പറഞ്ഞതുപോലെ സംഭവിക്കണമെന്നില്ല, അങ്ങയുടെ ഇഷ്ടമാണ് ഫൈനൽ ആയിരിക്കുന്നത്. അവസാന വാക്ക് അവിടുത്തേതാണ്. യേശു പിതാവിന് സബ്മിറ്റ് ചെയ്യുന്ന, വിധേയപ്പെട്ടു കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് സബ്മിഷൻ അഥവാ റെസിഗ്നേഷൻ ടു ഗാഡ്സ് വിൽ എന്ന് വിളിക്കാറുണ്ട്. റെസിഗ്നേഷൻ ടു ദ വിൽ ഓഫ് ഗാഡ്. ദൈവഹിതത്തിന് സമ്പൂർണമായിട്ടും നമ്മെ തന്നെ റിസൈൻ ചെയ്യുന്ന, ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം. ഇത് ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒരു നല്ല ഉയർന്ന ഒരവസ്ഥയാണ്. നിങ്ങളും ജീവിതത്തിൽ പല താല്പര്യങ്ങളും കണക്കൂട്ടലുകളും സ്വപ്നങ്ങളും ഒക്കെ ചിന്തകളൊക്കെ നമുക്ക് കാണും. പക്ഷേ ദൈവഹിതത്തിന് മുമ്പിൽ ഇവയൊക്കെ അടിയറോ പറയുകയും റിസൈൻ ചെയ്യുന്ന വാക്ക് നമുക്കറിയാം. ജോലിയിൽ നിന്ന് വിരമിക്കുന്നതാണ്. എല്ലാ ബന്ധപ്പാടുകളും കഴിഞ്ഞു, നാം സ്വസ്ഥമായിരിക്കുന്നു. അതുപോലെ ദൈവഹിതത്തിന് മുമ്പിൽ നാം സ്വസ്ഥമായിരുന്നു. പിതാവേ, നിന്റെ ഇഷ്ടത്തിന് എന്നെ ഞാൻ റിസൈൻ ചെയ്യുന്നു, വിരമിച്ച് ഞാൻ താഴെ ഇരിക്കുന്നു, അങ്ങയുടെ ഇഷ്ടം നിവർത്തിച്ചാട്ടെ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് യേശുവിൻ്റെ ഈ ജീവിതത്തിൽ കാണുന്നത്. അത് എന്ത് വിലയും കൊടുക്കുവാനുള്ള യേശുവിൻ്റെ സന്നദ്ധതയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. പിതാവിനെ അനുസരിക്കുവാനായിട്ട് ഉള്ള വില കൊടുക്കുവാൻ യേശു ഒരുക്കമായിരുന്നു. കൂടാതെ എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാനായിട്ടുള്ള വില കൊടുക്കുവാൻ യേശു സന്നദ്ധനായിരുന്നു. അതെത്ര മഹത്തായ ഒരു കാര്യമാണ്. എന്നാൽ ശിഷ്യന്മാർ ഉറങ്ങിപ്പോയി. യേശു തിരിച്ചു വന്നപ്പോൾ, പ്രാർത്ഥിച്ചു കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. നീ ഉറങ്ങുന്നുവോ? ഒരു നാഴിക ഉണർന്നിരിപ്പാൻ കഴിഞ്ഞില്ലയോ എന്ന് പത്രോസിനോട് യേശു ചോദിക്കുകയാണ്. 38-ാം വാക്യം, പരീക്ഷയിൽ അകപ്പെടായുവാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിൻ, ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. ഈ യാഥാർത്ഥ്യം, മനുഷ്യ ജീവിതത്തിന്റെ ഈ യാഥാർത്ഥ്യം യേശുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. തൻ്റെ ആ മനുഷ്യത്വത്തിൽ നിന്നും യേശു അത് മനസ്സിലാക്കി. ദൈവഹിതം ചെയ്യുവാൻ എൻ്റെ ആത്മാവ് ഒരുക്കമുള്ളതാണെങ്കിലും എൻ്റെ ശരീരം, എൻ്റെ മനസ്സ് ഒക്കെയും അതിനോട് പലപ്പോഴും വിഘടിച്ചു നിൽക്കുന്നു, എതിർത്ത് നിൽക്കുന്നു. എൻ്റെ ജഡം ബലഹീനമാണ് എന്നുള്ള കാര്യമാണ് പത്രോസിനോട് യേശു പറഞ്ഞത്. അതുകൊണ്ട് 38-ാം വാക്യത്തിൽ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. 38-ാം വാക്യം ആത്മാവ് ഒരുക്കമുള്ളത്. നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും, ദൈവത്തെ നിവർത്തിക്കേണ്ടതിന് നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അത് നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. എങ്ങനെ പാപത്തിന്റെ പ്രലോഭനങ്ങളെ ഒരു ദൈവ പൈതലിന് എതിർത്ത് നിൽക്കുവാൻ കഴിയും എന്ന് ചോദിച്ചാൽ ഇവിടെ അതിനുള്ള മറുപടിയുണ്ട്. 34-ാം വാക്യത്തിൽ അത് ഉണർന്നിരിക്കുവാൻ അവിടെ നാം പറയുന്നു, എന്നോട് ഇവിടെ പാർത്ത് നിങ്ങൾ ഉണർന്നിരിപ്പീൻ, കീപ് വാച്ചിങ്. അത് ആത്മീയമായിട്ടും അതുപോലെ ധാർമ്മികമായിട്ടും മോറലി ഓൾസോ നാം വിജിലന്റ് ആയിരിക്കുകയും ഉണർന്നിരിക്കുകയും പാപത്തിന്റെ പ്രലോഭനങ്ങളോട് എതിർത്ത് നിൽക്കുവാനുള്ള ഒരു ഉണർവ്, ഒരു ഒരുക്കം നമുക്ക് ആവശ്യമാണ്. രണ്ടാമത്, ദൈവത്തോട് പ്രാർത്ഥിക്കണം. പരീക്ഷയിൽ ജയിക്കാനുള്ള, റെസിസ്റ്റ് ചെയ്യാനുള്ള മാർഗം ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, നമ്മുടെ ഹൃദയങ്ങളെ പകർന്ന് പ്രാർത്ഥിക്കുക. മൂന്നാമത്,
മറ്റ് സഹോദരങ്ങളുടെ കൂട്ടായ്മയും പ്രാർത്ഥനാ സഹകരണവും അന്വേഷിക്കുക. 33-ാം വാക്യത്തിലും 37-ാം വാക്യത്തിലും യേശു ഈ ശിഷ്യന്മാരുടെ അടുത്ത് വന്ന്, ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, നിങ്ങൾ ഉണർന്നിരുന്ന് നിങ്ങളുടെ സാന്നിധ്യം എനിക്ക് വേണം, നിങ്ങൾ ഉണർന്നിരിക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ യേശു അവരോട് പറയുന്നില്ല, പക്ഷേ നിങ്ങൾ ഉണർന്നിരിക്കണം, നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണം. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്, നിങ്ങളും എന്നോടൊപ്പം ഉണർന്നിരിക്കണം എന്നുള്ള ഒരു പ്രയർ സപ്പോർട്ട്, ഒരു സഹോദരന്മാരുടെ, സ്നേഹിതരുടെ ഒരു സപ്പോർട്ട് യേശു അവരെ ആഗ്രഹിച്ചു. നമുക്കും ആത്മീയ കൂട്ടായ്മയില്ലാതെ നാം ഒറ്റയ്ക്ക് വളരെ കാലം മാറിയിരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രലോഭനങ്ങളെ പലപ്പോഴും നേരിടുവാൻ കഴിയുകയില്ല. കൂട്ടായ്മ നമുക്ക് ആവശ്യം. 4-ാമത്തെ കാര്യം, ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നമ്മുടെ മനസ്സ് തുറന്നിരിക്കുക. ബി ഫോക്കസ്ഡ് ഓൺ യുവർ പർപ്പസ് ഇൻ ലൈഫ്. 36-ാം വാക്യത്തിൽ യേശു പറയുകയാണ്, പിതാവേ, ഞാൻ ഇച്ഛിക്കുന്നതല്ല, നിന്റെ ഇഷ്ടം നടക്കട്ടെ. അങ്ങനെ പിതാവിന്റെ ഇഷ്ടത്തിന് തന്നെ താൻ വിട്ടുകൊടുക്കുന്ന ഒരു യേശുവിനെയാണ് ഇവിടെ കാണുന്നത്. കാരണം ആത്മാവ് ഒരുക്കമുള്ളതാണ്. നമ്മുടെ അന്തരാത്മാവ്, മനുഷ്യാത്മാവ് ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ പൂർണ്ണ മനസ്സോടെ ഇരിക്കുന്നു. എങ്കിലും നമ്മുടെ ജഡം, നമ്മുടെ ശരീരം ബലഹീനമാണ്. നമ്മുടെ മനസ്സും ചിന്തകളും പലപ്പോഴും വഴുതിപ്പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ലോകത്തിന്റെ കാര്യങ്ങളിലേക്കും ചാഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് ബലഹീനമാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുവാനും ഉണർന്നിരിക്കുവാനും കൂട്ടായ്മ ആചരിക്കുവാനും ലക്ഷ്യത്തിലേക്ക് നോക്കുവാനും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. അതിൽ കൂടെയൊക്കെയാണ് നമുക്ക് മുമ്പോട്ട് ജയത്തോടെ നിൽക്കുവാൻ സാധിക്കുന്നത്. 41-ാം വാക്യം നോക്കുക. ദൈവികമായ ഒരു സിമ്പതി, ഒരു കരുണ അവിടെ കാണാൻ സാധിക്കും. അവൻ 3-ാമത് വന്ന് അവരോട്, ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുകയും, നാഴിക വന്നു, മനുഷ്യപുത്രൻ പാപികളിൽ ഏൽപ്പിക്കപ്പെടുന്നു, എഴുന്നേൽക്കുവിൻ, നാം പോകാം. അവിടെ ക്രിസ്തുവിന്റെ അവരോടുള്ള കമ്പാഷൻ. 3 പ്രാവശ്യം അവർ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് അവരെ ഫയർ ചെയ്യുകയും ശാസിക്കുകയും വഴക്ക് പറയുകയും നിങ്ങളെ എന്തിനു കൊള്ളാം എന്നൊന്നും അവരോട് യേശു പറയുന്നില്ല. അവരോട് സ്നേഹത്തോടെ സംസാരിക്കുന്നു. ഡിവൈൻ കമ്പാഷൻ, ദൈവത്തിന്റെ മനസ്സലിവ് അവിടെ കാണാം. ഇവരെ സംബന്ധിച്ച് അവർക്ക് 3 പ്രാവശ്യവും യേശു കൊടുത്ത അവസരം അവർക്ക് നഷ്ടമായി. ഇനി ഒരിക്കലും അവസരം തിരിച്ചു കിട്ടുകയില്ല. യേശുവിനോട് കൂടെ ഈ അവസാന മണിക്കൂറുകളിൽ ഉണർന്നിരിക്കാനുള്ള ഒരു അവസരമായിരുന്നു അവർക്ക് കൈമോശം വന്നുപോയത്. ആ സമയം അവർക്ക് കൈവിട്ടുപോയി. ചില അവസരങ്ങൾ നമുക്ക് എന്നേക്കുമായിട്ട് കൈവിട്ടു പോകും. എന്നാൽ നാം ജാഗ്രതയോടെ സമയം പാഴാക്കാതെ ഉപയോഗിക്കുവാനായിട്ട് മനസ്സ് വയ്ക്കാം. അതായത് 43-ാം വാക്യം മുതൽ 52-ാം വാക്യം വരെയാണ് യൂദാ ഇസ്കരിയോത്താവ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന ഭാഗമാണ്. നാം ഒക്കെയും അത് വായിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഞാൻ പോകുന്നില്ല. നമുക്ക് അതിൻ്റെ 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഉടനെ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 12 ഒരുത്തനായ യൂദയും അവനോടുകൂടെ മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ, മൂപ്പന്മാർ എന്നിവർ അയച്ച ഒരു പുരുഷാരവും വാളും വടിയുമായി വന്നു. അവനെ കാണിച്ചു കൊടുക്കുന്നവൻ, ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെ ആകുന്നു, അവനെ പിടിച്ച് സൂക്ഷ്മതയോടെ കൊണ്ടുപോകുവീൻ എന്ന് അവർക്കൊരു അടയാളം പറഞ്ഞു കൊടുത്തിരുന്നു. അവൻ വന്ന ഉടനെ അടുത്തു ചെന്ന് റബ്ബി എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. ഇവിടെ യൂദാ ഇസ്കരിയോത്താവ് അവസാന സമയം ആയപ്പോൾ കാലുമാറി, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കാലുമാറി, പാർട്ടി മാറി, അവൻ ചാടിപ്പോയി എന്നുള്ള രീതിയിൽ അവിടെ കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ഒരു വളരെ ദുഷ്ടമായ രീതിയിൽ, ദുഷ്ടതയോടുകൂടെ അവൻ പ്രവർത്തിച്ചു. തന്നെ സ്നേഹിച്ച ഗുരുവിനെ ഒരു ചുംബനം കൊണ്ട് അവനെ കാണിച്ചു കൊടുത്തു, അതിനുള്ള പണവും വാങ്ങി. അത് ഏറ്റവും വലിയൊരു ദുഷ്ടതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ യൂദാ ഇസ്കരിയോത്താവ് പോയി പോലീസിനെയും പട്ടാളക്കാരെയും വിളിച്ചുകൊണ്ട് വന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 3-ാം വാക്യത്തിൽ, അങ്ങനെ യൂദാ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച ചേവകരെയും കൂട്ടിക്കൊണ്ട് തീപ്പട്ടി പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്നു. കുറച്ചുകൂടെ വിശദമായിട്ടാണ് ഇവിടെ പറയുന്നത്. യൂദാ പോയി, റോമൻ പട്ടാളക്കാരും കുറച്ചുപേരുണ്ടായിരുന്നു, കൂടാതെ മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച യഹൂദന്മാരുടെ വക പോലീസ് സംഘവും വലിയ സന്നാഹവും ആയുധങ്ങളും തീവട്ടിയും വിളക്കും രാത്രിയിൽ കാണാനുള്ള സജ്ജീകരണങ്ങളും എല്ലാമായിട്ട് വലിയൊരു കൂട്ടമായിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നു എന്ന് ഇവിടെ കാണാൻ സാധിക്കും. യേശുവിൻ്റെ അടുത്ത് വന്ന് അവനെ ചുംബനം ചെയ്തു. അത് ദോഷകരമായ പാപകരമായ ലക്ഷ്യത്തോടുകൂടി ആയിരുന്നു. അത് ഒരു ആക്ടിങ് ആയിരുന്നു, ഒരു അഭിനയമായിരുന്നു. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. യേശുവിനെയും ശിഷ്യന്മാരെയും തമ്മിൽ കണ്ടാൽ തിരിച്ചറിയത്തില്ലായിരുന്നു.
അവരെല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഏതാണ്ട് ഒരേ വേഷവും ഒരേ രീതിയും, അല്ലെങ്കിൽ പുറത്തുനിന്ന് ആളുകൾ വന്നാൽ, പട്ടാളക്കാരും പോലീസുകാരും ഒക്കെ വന്നാൽ യേശു ആരാണ്, ശിഷ്യന്മാരാരാണ് എന്ന് തിരിച്ചറിയുവാൻ പ്രയാസമായിരുന്നു. അതുകൊണ്ട് ശരിയായ ആളിനെ പിടിക്കുവാൻ അടയാളം കാണിച്ചു കൊടുക്കണം. ഇന്നാരെയാണ് പിടിക്കേണ്ടത്, ഇന്നാരാണ് യേശു എന്ന് യേശുവിനെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. യേശു അവരുടെ നേതാവായിരുന്നു. എങ്കിലും അവരിൽ അവരുടെ കൂടെ ഒരു ദാസനെ പോലെ, ഒരു സാധാരണക്കാരനായി ഇടപെടുകയും അവരോടൊപ്പം നടക്കുകയും ചെയ്ത ഒരുവനായിരുന്നു. ആത്മീയ നേതൃത്വം മറ്റുള്ളവരിൽ നിന്നും പ്രത്യേക വേഷഭൂഷാദികൾ ഇട്ട്, പ്രത്യേകം ഒരു ബിഷപ്പായിട്ടോ ഒരു വലിയ ആളായിട്ടോ രാജാവിനെ പോലെ അധികാരമൊക്കെ കാണിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് വേഷം കാണിച്ച് മാറിയിരിക്കുന്നവരായിട്ടല്ല, മറ്റുള്ളവരെ പോലെ ആയിരിക്കുന്ന ഒരു യേശുവിനെയാണ് നമുക്ക് യേശുവിൽ നിന്നും ആ ഒരു മാതൃക ഇന്ന് ഉൾക്കൊള്ളുവാൻ സാധിക്കും. 47-ാം വാക്യത്തിൽ അവിടെ ഒരു വാൾ എടുത്ത് ഒരുവൻ മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി എന്ന് അവിടെ കാണുവാൻ സാധിക്കും. 47-ാം വാക്യം നോക്കുക. മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി കാത് അറുത്തു കളഞ്ഞു. ഒരുവൻ എന്നാണ് മർക്കോസ് പറയുന്നത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് ശീമോൻ പത്രോസ് ആകുന്നുവെന്ന് യോഹന്നാൻ 18-ാം അധ്യായം 10-11 വചനങ്ങൾ വായിക്കാം. ശീമോൻ പത്രോസ് തനിക്കുള്ള വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലത്ത് കാത് അറുത്തു കളഞ്ഞു. ആ ദാസന് മൽക്കോസ് എന്ന പേര്. വായിക്കാം. യേശു പത്രോസിനോട്, വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് വാളെടുത്ത് വെട്ടി. പത്രോസ് മുക്കുവനാണ്. വാൾ പ്രയോഗിക്കാനോ വെട്ടാനോ അങ്ങനെയുള്ള ആയുധ പരിശീലനമൊന്നും ഉള്ളവനായിരിക്കുകയില്ല. ഒരുപക്ഷെ തലയിൽ വെട്ടാൻ നോക്കിയിട്ട് അത് കാതിൽ കൊണ്ടുപോയതായിരിക്കും. എന്നാൽ ഉടനെ തന്നെ യേശു അവനെ സൗഖ്യമാക്കി, ആ മനുഷ്യനെ തൊട്ട് സൗഖ്യമാക്കി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ലൂക്കോസ് 22-ാം അധ്യായത്തിൽ അത് എഴുതിയിട്ടുണ്ട്. അവിടെ യേശു അവനെ സൗഖ്യമാക്കി, അവനെ തൊട്ട് സൗഖ്യമാക്കി എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും ഓടിപ്പോയി. 50-ാം വാക്യത്തിൽ അത് കാണാൻ സാധിക്കും. ശിഷ്യന്മാരൊക്കെയും എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. ഞങ്ങൾ നിന്നെ ഒരിക്കലും വിട്ടുപോകുകയില്ല എന്ന് പ്രഖ്യാപിച്ച ശിഷ്യന്മാർ ഒരു പ്രതിസന്ധി വന്നപ്പോൾ യേശുവിനെ വിട്ട് ഓടിപ്പോയി. 50-ഉം 51-ഉം വാക്യങ്ങൾ നോക്കുക. ഒരു ബാല്യക്കാരൻ വെറും ശരീരത്തിന്മേൽ പുതപ്പ് പുതച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അവർ അവനെ പിടിച്ചു. അവനോ പുതപ്പ് വിട്ട് നഗ്നനായി ഓടിപ്പോയി. മറ്റ് സുവിശേഷങ്ങളിൽ ഇത് കാണുന്നില്ല. എങ്കിലും പൊതുവായി വിശ്വസിക്കപ്പെടുന്നത്, സഭാ പാരമ്പര്യവും മറ്റും പറയുന്നത്, ഇത് എഴുത്തുകാരനായ മർക്കോസ് ആയിരുന്നു ആ ചെറുപ്പക്കാരൻ. അവൻ യേശുവിൻ്റെ ഈ ക്രൂശീകരണത്തിന്റെ സമയത്ത് ആ തോട്ടത്തിൽ അവിടെ ആ ഭാഗത്ത് വന്നിരുന്നു. അവനും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവൻ ലജ്ജിതനായി അവിടുന്ന് ഓടേണ്ട ഒരു അവസരം ഉണ്ടായി എന്ന് അവിടെ പറയുന്നു. നമുക്ക് 3-ാം ഭാഗത്തിലേക്ക് കടന്നു പോകാം. അത് മർക്കോസിന്റെ ഈ സുവിശേഷം 14-ാം അധ്യായം 53 മുതൽ 65 വരെയുള്ള ഭാഗമാണ്. അതായത് യേശുവിനെ വിസ്തരിക്കുവാനായിട്ട് മഹാപുരോഹിതന്റെ കൊട്ടാരത്തിൽ അഥവാ അരമനയിൽ കൊണ്ടുവന്നു. അവിടെ യഹൂദന്മാരുടെ സംഘം കൂടി, സന്നിധിരീൻ സംഘം അഥവാ കൗൺസിൽ കൂടി അവിടെ യേശുവിനെ വിസ്തരിക്കുന്ന ഒരു കാര്യമാണ് അവിടെ കാണുന്നത്. നമുക്ക് 53 മുതലുള്ള ചില വചനങ്ങൾ 53 മുതൽ 55 വരെ വായിക്കാം. അവർ യേശുവിനെ മഹാപുരോഹിതന്റെ അടുക്കൽ കൊണ്ടുപോയി. അവന്റെ അടുക്കൽ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരും എല്ലാം വന്നുകൂടിയിരുന്നു. പത്രോസ് മഹാപുരോഹിതന്റെ അരമനയ്ക്കകത്തോളവും അവനെ ദൂരവേ അനുഗമിച്ചു. ഭൃത്യന്മാരോട് ചേർന്ന് തീ കാഞ്ഞുകൊണ്ടിരുന്നു. മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘവും ഒക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവന്റെ നേരെ സാക്ഷ്യം അന്വേഷിച്ച് കണ്ടില്ല താനും. ഇവിടെ നാം കാണുന്നു, പത്രോസ് അല്പം അകലം വിട്ട് യേശുവിനോട് അടുത്തിയല്ലാതെ, പിടിക്കപ്പെടാതെ ഒരല്പം ദൂരെ നിന്ന് എന്ത് സംഭവിക്കും എന്ന് കാണുവാനായിട്ട് പത്രോസ് ഒരകലം വിട്ട് യേശുവിനെ അനുഗമിച്ച് കുറച്ച് ദൂരെ മാറി നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്ന് മാത്രമല്ല, അവിടെ മറ്റ് റോമൻ പട്ടാളക്കാരും ഒക്കെ ഇരുന്ന് തീ കായുന്ന സ്ഥലത്ത് പോയിരുന്നു. അത് ഒടുവിൽ പത്രോസിനൊരു വിനയായി തീർന്നു. തെറ്റായ കൂട്ടുകെട്ട്, തെറ്റായ സൗഹൃദം നമുക്ക് പലപ്പോഴും നമ്മെ പ്രലോഭനത്തിലേക്കും തിന്മയിലേക്കും നയിക്കാറുണ്ട്. ഈവിൾ അസോസിയേഷൻ, അത് നാം ഒഴിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ 55-ാം വാക്യം ശ്രദ്ധിച്ചാൽ ഒരു ന്യായാധിപ സംഘം കൂടി എന്ന് അവിടെ കാണുന്നു. അതിനെയാണ് യഹൂദന്മാരുടെ സന്നിധിരീൻ സംഘം എന്ന് പറയുന്നത്. ആ കാലത്ത്
റോമാക്കാരാണ് ഇസ്രായേലിനെ ഭരിക്കുന്നത്, സർക്കാർ റോമൻ സർക്കാരാണ്. എങ്കിലും യഹൂദന്മാർക്ക് അവരുടെ ആ ഇസ്രായേൽ ദേശത്ത് മതപരമായ ഒരു സ്വാതന്ത്ര്യവും കുറച്ച് അധികാരവും അവർക്ക് കൊടുത്തിരുന്നു. സിവിൽ കേസുകളൊക്കെ നിശ്ചയിക്കുവാനും കുറ്റക്കാരെ ന്യായം വിധിക്കുവാനും ഒക്കെയും യഹൂദന്മാർക്ക് അധികാരം കൊടുത്തിരുന്നു. എന്നാൽ ഒരുവനെ തൂക്കിക്കൊല്ലാനോ ക്രൂശിൽ തറയ്ക്കാനോ കൊല്ലാനോ ഉള്ള അധികാരം ഒരിക്കലും ഈ റോമൻ സർക്കാർ യഹൂദന്മാർക്ക് കൊടുത്തിരുന്നില്ല. അതുകൊണ്ടാണ് അന്നത്തെ രാജാവായിരുന്ന അല്ലെങ്കിൽ ഗവർണറായിരുന്ന പീലാത്തോസിന്റെ അധികാരം അതിന് അനുവാദം വേണ്ടി വന്നത് യേശുവിനെ ക്രൂശിക്കുവാനായിട്ട്. ഈ കൗൺസിൽ, സന്നിധിരീൻ സംഘം എന്ന് പറയുന്നത് 71 അംഗങ്ങളുള്ള, അത്രയും നേതാക്കന്മാരുള്ള ഒരു വലിയ സംഘമാണ്. അവരെക്കുറിച്ച് പറഞ്ഞാൽ ന്യായമായി ജീവിക്കുന്ന, ന്യായമായി വിധിക്കുന്ന നല്ല ആളുകളെന്നാണ് അവരെക്കുറിച്ച് പറയപ്പെടുന്നത്. എങ്കിലും യേശുവിനെ അവർ ക്രൂശിക്കുവാൻ വിധിച്ചത് കൊണ്ട് നമുക്ക് പറയാം, അന്യായമായ നിയമങ്ങൾ ഉണ്ടാക്കുന്ന, വിധിക്കുന്ന ആളുകളായിരുന്നു ഈ സന്നിധിരീൻ സംഘത്തിൽ ഉണ്ടായിരുന്നു. അവിടെ യേശുവിനെ ന്യായം വിധിക്കുവാനും കൊല്ലുവാനും വേണ്ടി കള്ളസാക്ഷികളെ നിർത്തി എന്ന് 58-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ചിലർ കള്ളസാക്ഷികളെ കൊണ്ടുവന്നു. ഈ സന്നിധി സംഘത്തിലുള്ള ആളുകൾ യേശുവിനെ കൊല്ലുവാൻ വേണ്ടി, യേശുവിനെതിരായിട്ട് കള്ളസാക്ഷ്യം പറയുവാൻ പലരെ വിളിച്ചുകൊണ്ട് വന്നു. 55ഉം 56 വാക്യങ്ങളിലൊക്കെ പലരെയും കൊണ്ടുവന്നു, പലരും സാക്ഷ്യം പറഞ്ഞു. എങ്കിലും മതിയായ ഒരു നല്ല സാക്ഷ്യം, നല്ല തെളിവ് ആർക്കും കൊടുക്കുവാൻ കഴിഞ്ഞില്ല. അനേകരും വന്നെങ്കിലും അത് ശരിയായി വന്നില്ല. അപ്പോൾ ഒടുവിൽ 57-ാം വാക്യം, ചിലർ എഴുന്നേറ്റു അവന്റെ നേരെ, ഞാൻ കൈപ്പണിയായ ഈ മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് കൈപ്പണിയല്ലാത്ത മറ്റൊന്ന് പണിയുമെന്ന് ഇവൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടു എന്ന് കള്ളസാക്ഷ്യം പറഞ്ഞു. അവർ പറഞ്ഞത് കള്ളസാക്ഷ്യമാണ്. എങ്കിലും അവരുടെ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ യേശുവിനെ ന്യായം വിധിക്കുകയാണ്. എങ്കിലും അവരോട് പറഞ്ഞ സാക്ഷ്യം തെറ്റായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 19-ാം വചനത്തിൽ യേശു എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് കേൾക്കാം. യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയുമെന്ന് ഉത്തരം പറഞ്ഞു. യേശു പറഞ്ഞത് തന്റെ ശരീരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഈ മന്ദിരം നിങ്ങൾ പൊളിക്കുവീൻ, ഞാൻ അതിനെ 3 ദിവസം കൊണ്ട് പണിയുമെന്ന് പറഞ്ഞു. അല്ലാതെ അവിടെ കണ്ട യെരുശലേം ദേവാലയം പൊളിച്ചാൽ ഞാൻ 3 ദിവസം കൊണ്ട് പണിയും എന്നല്ല യേശു പറഞ്ഞത്. എങ്കിലും യേശുവിന്റെ വാക്കുകളെ കോട്ടി മാറ്റി തനിക്കെതിരായി അവർ കള്ളസാക്ഷ്യം കണ്ടുപിടിച്ച് പറയുകയാണ് ചെയ്തത് എന്ന് കാണാൻ സാധിക്കും. നാം ഒരിക്കലും ദൈവവചനത്തെ നമ്മുടെ പ്രയോജനത്തിന് വേണ്ടി, നമ്മുടെ വാദം ജയിക്കുവാൻ വേണ്ടി കോട്ടി മാറ്റി കളയുന്ന ആ കൂട്ടത്തിൽ ഒരിക്കലും നാം ആകരുത്. ദൈവവചനത്തെ ഉള്ളതുപോലെ സത്യമായിട്ട് നമുക്ക് പ്രതികൂലമാണെങ്കിൽ പോലും അതിനെ ഏറ്റെടുക്കുവാനും അത് മനസ്സിലാക്കുവാനും നാം ആഗ്രഹിക്കേണ്ടതാണ്. ഇവിടെ യേശുവിനെ അവർ ന്യായം വിധിക്കുന്നു. തുടർന്നുള്ള വാക്യങ്ങളിൽ 60, 61 വാക്യങ്ങളിൽ ഈ സാക്ഷ്യം കേട്ടപ്പോൾ അപ്പോൾ മഹാപുരോഹിതൻ വസ്ത്രം കീറി. അതിനു മുമ്പ് യേശുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. യേശുവിനോട് പല ചോദ്യങ്ങളും മഹാപുരോഹിതൻ ചോദിച്ചു. 60-ാം വാക്യത്തിൽ, നീ ഉത്തരവൊന്നും പറയുന്നില്ലയോ? ഇവർ നിന്റെ നേരെ എന്തെല്ലാം സാക്ഷ്യം പറയുന്നു എന്ന് ചോദിച്ചു. അവനോ മിണ്ടാതെയിരുന്നു, ഉത്തരം പറയാതെയിരുന്നു. പ്രിയപ്പെട്ടവരെ, എപ്പോൾ സൈലന്റായി മിണ്ടാതിരിക്കണം എന്ന് നാം അറിയേണ്ടത് ആവശ്യം. യേശുവിനത് അറിയാമായിരുന്നു. ചിലപ്പോൾ ഉത്തരം പറഞ്ഞു, ചിലപ്പോൾ സൈലന്റായി. എല്ലാ ചോദ്യങ്ങൾക്കും നാം എല്ലായ്പ്പോഴും മറുപടി പറയേണ്ട ആവശ്യം. യേശു അവിടെ മൗനമായിരുന്നു. എന്നാൽ 62-ാം വാക്യത്തിലുള്ള ചോദ്യത്തിന് മുമ്പിൽ യേശു വായ തുറന്ന് സംസാരിച്ചു. 61-ാം വാക്യത്തിൽ, നീ വന്ധ്യനായവന്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് അവനോട് മഹാപുരോഹിതൻ ചോദിച്ചപ്പോൾ അതിനെ മൗനമായിരിക്കുവാൻ പാടില്ല. യേശു വായ തുറന്ന് പറഞ്ഞു, ഞാൻ ആകുന്നു മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളോടെ വരുന്നതും നിങ്ങൾ കാണും എന്ന് യേശു പറഞ്ഞു. വളരെ ധൈര്യത്തോടെ, വളരെ വ്യക്തമായ, ശക്തമായ ഒരു പ്രഖ്യാപനമായിരുന്നു. അവരെ സംബന്ധിച്ച് ആ വാക്ക് മതിയായിരുന്നു. യേശുവിനെ ബ്ലാസ്ഫമി പറയുന്നവൻ, ദൈവദൂഷണം പറയുന്നവൻ എന്ന് മുദ്ര കുത്തി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കാര്യമാണ് യേശു അവരോട് പറഞ്ഞത്. നമുക്ക് ആ ഭാഗം നോക്കാം. 2 കാര്യങ്ങളോട് പറയുന്നുണ്ട്. അതിനുശേഷം ഈ കാര്യം കേട്ടപ്പോൾ മഹാപുരോഹിതൻ വസ്ത്രം കീറി. അത് മഹാപുരോഹിതന്മാർ ചെയ്യരുതെന്നാണ്. ആ വാക്യമല്ല, 21-ാം അധ്യായം 10-ാം വാക്യത്തിലാണ്. അവിടെ പറയുന്നു, മഹാപുരോഹിതൻ തന്റെ വസ്ത്രം കീറരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലേവ്യ പുസ്തകം 24-ാം അധ്യായം 16-ാം വാക്യം നോക്കാം.
യഹോവയുടെ നാമം ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. സഭയൊക്കെയും അവനെ കല്ലെറിയണം. മതി. ഈ പരദേശികൾ ഭാഗത്ത് നാം കാണുന്നത് യഹോവയുടെ നാമത്തെ ദുഷിക്കുന്നവൻ, ബ്ലാസ്ഫമി, ദൈവദൂഷണം പറയുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം എന്ന് മോശയുടെ പ്രമാണമുണ്ട്. ആ പ്രമാണം വെച്ചാണ് യേശുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നത് നിങ്ങൾ കാണും, ഞാനാകുന്നു ആ ക്രിസ്തു എന്നൊക്കെ യേശു പറഞ്ഞപ്പോൾ അത് ദൈവദൂഷണമാണെന്ന് പറഞ്ഞുകൊണ്ട്, ഇവൻ മരണയോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ യഹൂദ മേധാവികൾ യേശുവിനെ കൊല്ലുവാനായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ ശിക്ഷ വിധിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയൊക്കെ ദൈവവചനം എടുത്ത് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിന്റെ വചനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് തെറ്റായിട്ട് അവർ യേശുവിനെതിരായിട്ട് ഈ കാര്യങ്ങളൊക്കെ പ്രയോഗിക്കുന്നത്. 65-ാം വാക്യം നോക്കുക. ചിലർ അവനെ തുപ്പി, അവന്റെ മുഖം മൂടി അവനെ മുഷ്ടി ചുരുട്ടി കുത്തി, പ്രവചിക്ക എന്നവനോട് പറഞ്ഞു. പോലീസുകാർ, ചേവകർ അവനെ അടിച്ചും കൊണ്ട് സ്വീകരിച്ചു. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പെട്ട പാടുകളാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. എന്നാൽ അവിടെ ഒന്നും യേശു കോപിക്കുകയോ അവരോട് എന്തെങ്കിലും ഭീഷണി മുഴക്കുകയോ ഞാൻ കാണിച്ചു തരാമെന്ന് പറയുകയോ ഒന്നും ചെയ്യാതെ ഒരു കുഞ്ഞാടിനെ പോലെ മിണ്ടാതെ ഇരുന്ന് ഇതൊക്കെ സഹിക്കുന്ന യേശുവിനെയാണ് കാണുന്നത്. ദൈവമക്കളായ നാമും തിരിച്ചടിക്കുന്നവരും പ്രതികാരം ചെയ്യുന്നവരും ഒന്നും ആകാൻ പാടില്ല. ആളുകൾ ദുഷിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുമ്പോഴും സഹനത്തോടെ അതിനെ സഹിക്കുന്ന ഒരു രീതിയാണ് ക്രിസ്തീയ വിശ്വാസികൾക്ക് ദൈവം നൽകിയിരിക്കുന്നത്. പത്രോസിന്റെ യേശുവിനെ തള്ളി പറയുന്ന ഭാഗമാണ് ഇനിയുള്ളത്. അത് 4-ാം ഭാഗമാണ്. ആ ഭാഗം എടുക്കാം. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 66 മുതൽ 72 വരെയുള്ള ഭാഗങ്ങളിലാണ് അത് ഉള്ളത്. അവിടെ യേശു കയഫാവിന്റെ ആ വലിയ കൊട്ടാരത്തിൽ, അതൊരു വലിയ അരമനയാണ്, വലിയ കൊട്ടാരമാണ്, അവിടെ യേശു ആയിരിക്കുമ്പോൾ പത്രോസ് യേശുവിനെ തള്ളി പറയുന്ന കാര്യം നമുക്ക് അറിയാമല്ലോ. 3 പ്രാവശ്യം യേശുവിനെ പത്രോസ് തള്ളി പറഞ്ഞു. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നിന്ന് വായിക്കാൻ കഴിയും. യോഹന്നാൻ 18-ന്റെ 15-ാം വാക്യം വായിക്കാം. 15-ഉം 16-ഉം വാക്യങ്ങൾ. ശീമോൻ പത്രോസും മറ്റൊരു ശിഷ്യനും യേശുവിന്റെ പിന്നാലെ ചെന്നു. ആ ശിഷ്യൻ മഹാപുരോഹിതന് പരിചയമുള്ളവനാകയാൽ യേശുവിനോടുകൂടെ മഹാപുരോഹിതന്റെ നടുമുറ്റത്ത് കടന്നു. പത്രോസ് വാതിൽക്കൽ പുറത്തു നിൽക്കുമ്പോൾ മഹാപുരോഹിതന് പരിചയമുള്ള മറ്റേ ശിഷ്യൻ പുറത്തു വന്ന് വാതിൽ കാവൽക്കാരത്തിയോട് പറഞ്ഞു, പത്രോസിനെ അകത്ത് കയറ്റി. ഇവിടെ നാം കാണുന്നു യോഹന്നാൻ എന്ന ആ ശിഷ്യന് ഈ മഹാപുരോഹിതന്റെ ഈ അരമനയിൽ എന്തോ ഒരു ഹോൾഡും പരിചയവും ഉണ്ടായിരുന്നു. ആ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ അകത്ത് കയറുവാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് പത്രോസിനെയും കൂട്ടി അകത്ത് കൊണ്ടുവന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് പത്രോസ് തീ കായുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കുകയും അവിടെ വേലക്കാരത്തികൾ വന്ന് പത്രോസിനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ 3 പ്രാവശ്യം യേശുവിനെ പത്രോസ് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ഇയാളെ അറിഞ്ഞുകൂടാ എന്ന് തള്ളി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ അവസരവും താൻ താഴോട്ട് വീണു പോവുകയാണ്. വാസ്തവത്തിൽ അത് തന്റെ ഭയം കൊണ്ടാണ്. യേശുവിനെ തള്ളിപ്പറഞ്ഞത് മനഃപൂർവ്വമായിരുന്നില്ല. ഒരുപക്ഷെ യേശുവിനോടൊപ്പം തന്നെയും അറസ്റ്റ് ചെയ്യുമോ, തന്നെയും ചോദ്യം ചെയ്യുമോ എന്നുള്ള ഒരു പ്രാണഭയം നിമിത്തമായിരിക്കാം പത്രോസ് അങ്ങനെ പറഞ്ഞു, അല്ലാതെ മനഃപൂർവ്വമായിരുന്നില്ല. 68-ാം വാക്യത്തിൽ നോക്കുക. 1 പ്രാവശ്യം തള്ളി പറഞ്ഞു, അപ്പോൾ കോഴി കൂവി. നമുക്കതിനെ 1-ാമത്തെ ദൈവികമായ മുന്നറിയിപ്പ് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പത്രോസേ, കോഴി കൂവുന്ന കേട്ടോ, നീ ഇവിടുന്ന് മാറിപ്പോവുക, ഇവിടെ നിന്ന് നിൽക്കണ്ട എന്നുള്ള ഒരു മുന്നറിയിപ്പ് പോലെയാണ് അത് സംഭവിച്ചത്. എന്നാൽ പത്രോസ് അത് കാര്യമാക്കിയില്ല. യേശു പറഞ്ഞു, കോഴി 2 വട്ടം കൂവും മുമ്പേ നീ എന്നെ 3 പ്രാവശ്യം തള്ളി പറയും. ആദ്യത്തെ വാണിംഗ് അവൻ കൈക്കൊണ്ടില്ല. നാമും പലപ്പോഴും ദൈവത്തിന്റെ മുന്നറിയിപ്പുകളെ വകവെക്കാതെ മുമ്പോട്ട് തന്നെ നമ്മുടെ വഴിയിൽ കൂടെ പോവുകയും പല ദോഷങ്ങളിലും ചെന്ന് ചാടുകയും ചെയ്യാറില്ലേ? നമ്മുടെ ജീവിതങ്ങളെ പരിശോധിച്ച് ജാഗ്രതയായിരിക്കാം. ദൈവം നമ്മെ ചിലപ്പോൾ എന്തെങ്കിലും രോഗം വഴിയോ, ഒരു പ്രയാസം വഴിയോ, ഒരു അപമാനം വഴിയോ, നഷ്ടം വഴിയോ, ഒരു ആക്സിഡന്റ് വഴിയോ ഒക്കെ ദൈവം നമ്മളെ മുന്നറിയിക്കും ചില കാര്യങ്ങൾ. നീ ഈ വഴിയൊന്ന് മാറിപ്പോകണം, ഞാൻ നിന്നെ വിളിച്ച വിളിയിൽ നിന്ന് നിൽക്കണം, നിന്നെ ഏൽപ്പിച്ച മിനിസ്ട്രി നീ ചെയ്യണം എന്നൊക്കെ ആയിരിക്കും ദൈവം നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ നാം അത് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. എന്നാൽ പത്രോസ് തിരിച്ചറിയാതെ വീണ്ടും മുമ്പോട്ട് പോയി. 70-ാം വാക്യം നോക്കുക.
ഒരു വേലക്കാരത്തി ഒന്ന് പറഞ്ഞു, നിന്റെ ശബ്ദം കേട്ടിട്ട് നീ ഗലീലക്കാരനെ പോലെ ഇരിക്കുന്നുവല്ലോ. നമ്മുടെ നാട്ടിലും കേരളത്തിൽ തന്നെയാണെങ്കിലും പല സ്ഥലങ്ങളിലുള്ള ആളുകളുടെ ഉച്ചാരണ രീതി വ്യത്യാസമാണ്. നിങ്ങൾ തൃശ്ശൂർ ചെന്നാൽ അവിടുത്തെ സംസാര രീതി വേറെയാണ്, എറണാകുളത്തേത് വേറെയാണ്, കോഴിക്കോട്ട് ചെന്നാൽ വേറെയാണ്, തിരുവനന്തപുരത്ത് വേറെയാണ്. ഓരോ സ്ഥലത്തും ആ പ്രദേശത്തെ ഒരു സംസാര രീതിയും ശൈലിയും പ്രയോഗവും ഒക്കെ ഉണ്ട്. ഇവിടെ ഗലീലക്കാരുടെ ഒരു പ്രത്യേക ഒരു സംസാര രീതിയുണ്ട്. 100-150 കിലോമീറ്റർ താഴെ തെക്കോട്ട് വരുമ്പോൾ യെരുശലേമിലെ സംസാര രീതിയും അവിടുത്തെ ഭാഷയും കുറച്ച് വ്യത്യാസമുള്ളതാണ്. അതുകൊണ്ട് ഈ ഭാഷ കേട്ടപ്പോൾ, പത്രോസിന്റെ ശബ്ദം കേട്ടപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, വേലക്കാരത്തി പറഞ്ഞു, നീ ഗലീലക്കാരന്റെ ഉച്ചാരണമാണല്ലോ നിനക്കുള്ളത്, നീയും ഇവന്റെ ശിഷ്യനായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ പത്രോസ് ആണയിട്ട് ശാപവാക്കുകളോടെ എനിക്ക് ഇയാളെ അറിഞ്ഞുകൂടാ എന്ന് വളരെ ഖണ്ഡിതമായി ശപിച്ചു പറഞ്ഞു. He cursed and he was swearing. ഇവിടെ പാപത്തിന്റെ ഓരോ ലെവലായിട്ട് കൂടിക്കൂടി വരികയാണ്. 3-ാം പ്രാവശ്യവും യേശുവിനെ പത്രോസ് തള്ളി പറഞ്ഞു. അവൻ പറഞ്ഞതൊക്കെ വാസ്തവത്തിൽ സത്യമായിരുന്നില്ല. യേശുവിന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനും ശിഷ്യനുമായിരുന്നു പത്രോസ്. എനിക്ക് ഇയാളെ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഭയത്തിൽ നിന്നാണ് പത്രോസ് അങ്ങനെ ചെയ്തത്. നാമും പലപ്പോഴും നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഇടപാടുകളും കൊണ്ട് ദൈവത്തെ തള്ളി പറയുന്നില്ലേ? അതിനെക്കുറിച്ച് നമുക്ക് ദൈവത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ട് മടങ്ങി വരുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇവിടെ കോഴി കൂകുന്നു. 72-ാം വാക്യം നോക്കുക. 3-ാം പ്രാവശ്യം അവൻ തള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും കോഴി കൂവി. പെട്ടെന്ന് പത്രോസിന് ഓർമ്മ വന്നു, ഞാൻ ചെയ്ത് തെറ്റിപ്പോയല്ലോ. ഗുരു പറഞ്ഞതാണ്, മുന്നറിയിപ്പ് തന്നതാണ്. കോഴി കൂകിയപ്പോഴും ഞാൻ ശ്രദ്ധിച്ചില്ല. ഇതാ ഞാൻ 3 പ്രാവശ്യവും തള്ളി പറഞ്ഞു. പത്രോസ് വളരെ ദുഃഖത്തോടെ, അനുതാപത്തോടെ, സങ്കടത്തോടെ കരയാൻ തുടങ്ങി. മത്തായി സുവിശേഷത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതും കൂടെ വായിക്കാം. മത്തായി 26-ാം അധ്യായം 75-ാം വചനം വായിക്കാം. എന്നാറെ കോഴി കൂവും മുൻപേ നീ 3 വട്ടം എന്നെ തള്ളി പറയുമെന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. നോക്കുക, ഈ തനിക്ക് സംഭവിച്ച തെറ്റിനെ കുറിച്ച് മനസ്സിലായപ്പോൾ, ഓർമ്മ വന്നപ്പോൾ പത്രോസ് ഓർത്ത് പുറത്തുപോയി അതിദുഃഖത്തോടെ കരയുന്നു. ഇത് ഒരു നല്ല അനുഭവമാണ്. ഹി വെന്റ് ഔട്ട് ആൻഡ് വെപ്റ്റ് ബിറ്റർലി. വളരെ കൈപ്പോടെ, ദുഃഖത്തോടെ, വാവിട്ട് കരയുന്ന, അനുതപിക്കുന്ന, കർത്താവിനോട് മാപ്പ് ചോദിക്കുന്ന ഒരു പത്രോസിനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് നമുക്കൊരു മാതൃകയാണ്. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ, ദൈവത്തിൽ നാം അകന്നു പോകുമ്പോൾ, കർത്താവിൻ്റെ അടുത്തേക്ക് മടങ്ങി വന്ന് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് അനുതാപത്തിന്റെ കരച്ചിലോടെ നാം കടന്നു വന്ന് കർത്താവിൻ്റെ അടുത്തേക്ക് മടങ്ങി വരുന്നുവെങ്കിൽ ദൈവം നിശ്ചയമായിട്ടും നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മെ യഥാസ്ഥാനപ്പെടുത്തി നമ്മെ ദൈവം തന്നെ നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന ആ നല്ല പ്രവൃത്തി നമ്മെ വീണ്ടും ഏൽപ്പിക്കും. നാം പലപ്പോഴും നമ്മുടെ ചിന്തകൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ക്രിസ്തുവിനെ പലപ്പോഴും നാം തള്ളിപ്പറയാറുണ്ട്. നമ്മുടെ ജീവിതവും പ്രവൃത്തികൾ കൊണ്ട് നാം ക്രിസ്ത്യാനികളല്ല എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും ഇടപെടാറുണ്ട്. ഈ ലോക മനുഷ്യരെ പോലെ നാം ഇടപെടാറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നാം അനുദപിച്ച് മടങ്ങി വരേണ്ടത് ആവശ്യമല്ലേ എന്ന് രാത്രി നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒരിക്കൽ കൂടെ പരിശോധിക്കുകയും, കർത്താവേ, ആ പത്രോസ് ഞാനാകുന്നു. എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം സമയങ്ങളിൽ ഞാൻ തള്ളി പറഞ്ഞിട്ടു, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അനുതാപത്തോടെ, ഇപ്പോൾ മാത്രമല്ല ഇനിയുള്ള സമയങ്ങളിലും നാം തെറ്റിപ്പോകുമ്പോൾ ദൈവം അത് ബോധ്യം വരുത്തുമ്പോൾ എത്രയും പെട്ടെന്ന് അത് സെറ്റിൽ ചെയ്യുകയും ശരിയാക്കുകയും മടങ്ങി വരികയും അനുതാപ കണ്ണീരോടുകൂടെ കർത്താവിൻ്റെ അടുത്ത് വന്ന് നാം യാചിക്കുകയും ചെയ്യണം. പത്രോസിന്റെ കാര്യത്തിൽ നമുക്കറിയാം, പത്രോസിനെ യേശു ഒന്ന് നോക്കി എന്ന് മറ്റൊരു സുവിശേഷത്തിൽ പറയുന്നു. സ്നേഹത്തോടെ ഒന്ന് നോക്കി. 3-ാം പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് കോഴി കൂകിയപ്പോൾ യേശു ദൂരെ നിന്നുകൊണ്ട് യേശു അവനെ നോക്കി. അവനെ കുറ്റപ്പെടുത്തുവാൻ വേണ്ടിയല്ല, അവനെ സ്നേഹത്തോടെയാണ് യേശു നോക്കി. പക്ഷെ ആ നോട്ടത്തിന് മുമ്പിൽ പത്രോസ് തകർന്നുപോയി. അവൻ നിലവിളിച്ചു, അവൻ കരഞ്ഞു, അനുതപിച്ചു. ആ അനുതാപം കർത്താവ് സ്വീകരിച്ചു. അതിനുശേഷം പെന്തക്കോസ്ത് നാളിൽ വലിയ പ്രസംഗം ചെയ്യാനും 3000 പേർ സ്നാനപ്പെടുവാനും സഭയുടെ ആദ്യത്തെ പണി ആ താക്കോലിട്ട് തുറന്ന് സഭയിലേക്ക് ആദ്യം ആളുകളെ വിളിച്ചു വരുത്തുവാനും സഭയുടെ ആ പ്രവൃത്തി ആരംഭിക്കുവാനും ഉള്ള ആളായി ദൈവം പത്രോസിനെ ഉപയോഗിച്ചു. അത് വലിയൊരു അനുഗ്രഹമായി. പിന്മാറിപ്പോയവർക്കും
കുറവുകൾ വന്നവർക്കൊക്കെ മടങ്ങി വരാനും യഥാസ്ഥാനപ്പെടുവാനും ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ നല്ല രീതിയിൽ മുമ്പോട്ട് വരാനും എല്ലാവർക്കും സാധിക്കും. കർത്താവേ, എൻ്റെ കുറവുകളെ ഞാൻ ഏറ്റുപറയുന്നു. ഞാൻ അങ്ങയുടെ സ്വഭാവത്തിലും ഛായയിലും അങ്ങയോട് ചേർന്ന് വരുവാനും അങ്ങയുടെ ചിന്തകൾ സ്വീകരിക്കുവാനും ക്രിസ്തുവിൻ്റെ ഭാവത്തോടുകൂടെ ജീവിക്കുവാനും ക്രിസ്തുവിൻ്റെ മനസ്സുള്ള ഒരാളായിട്ട് ജീവിക്കുവാനും എന്നെ സഹായിക്കണമേ എന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാമോ? യേശുവിൻ്റെ ആ പീഡാനുഭവങ്ങളും ഒക്കെ നമുക്ക് വീണ്ടും ഓർക്കാം. നമുക്ക് വേണ്ടിയാണ് മുഖത്ത് തുപ്പലേൽക്കുകയും അടികൊള്ളുകയും പരിഹാസത്തിന് മുമ്പിൽ മിണ്ടാതിരിക്കുകയും ഒക്കെ ചെയ്ത് എനിക്കും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. ആ മാതൃക നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. വരുന്ന കാലങ്ങളിൽ കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കുവാൻ നമ്മെ തന്നെ നമുക്ക് ദൈവമുമ്പാകെ സമർപ്പിക്കുകയും ചെയ്യാം.